ഹലോ ഗൈസ്. സോ നമുക്കിന്ന് പുതിയൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ലീസ്. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം നമ്മൾ AS2 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ AS2 എന്താണ്, നമ്മളുടെ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. സോ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. സോ ഈ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ കറണ്ട് അസറ്റാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സോ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതും അത് എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് കഴിഞ്ഞിട്ട് AS10 നമ്മൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അടുത്തത് AS12 ആണ്, AS13 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് അല്ലേ. സോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെയും അതുപോലെ തന്നെ വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസിൻ്റെയൊക്കെ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതും അസറ്റാണ്. സോ അടുത്തത് AS16 ബോറോയിങ് കോസ്റ്റ് നമ്മൾ പഠിച്ചു. സോ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ലോൺ എടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ അത് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം, അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ AS16 പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ AS26 ഇൻടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻടാഞ്ചിബിൾ അസറ്റും എന്താ പറയുക, നമ്മളുടെ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്നതാണ് ഇൻടാഞ്ചിബിൾ അസറ്റും. സോ അത് നമ്മൾ എന്താണെന്നുള്ളത് പഠിച്ചു. സോ അത് കഴിഞ്ഞിട്ട് AS28 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് അല്ലേ. സോ ഇമ്പയർമെൻറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ. സോ ഇതിലോട്ട് ഒന്നും കൂടിയും ഉണ്ട്, AS19 ലീസസ്. സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ്. സോ നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് 1 2 3 4 5 6 7 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് നിർബന്ധമായിട്ടും സോ ഒരു 2 ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് മിനിമം എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ. സോ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് മിനിമം നിർബന്ധമായിട്ടും നമുക്ക് ഇതിൽ നിന്ന് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനാണ് കേട്ടോ. അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസിനെ കുറിച്ചിട്ടാണ്. AS19 ലീസസ് ലാസ്റ്റ് അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. AS19 ലീസസ്. അപ്പോൾ എന്താണ് ലീസ്, എന്താണ് ലീസിന് ഇത്ര പ്രത്യേകത മക്കളെ? ലീസിന് എന്തത്ര പ്രത്യേകത? ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയാം അല്ലേ. സോ ലീസിന് കൊടുക്കുക, പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ പറയും അല്ലേ. സോ ജസ്റ്റ് റെൻ്റൽസിനാണ് നമ്മൾ റെൻ്റൽസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ലീസിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. സോ ലീസ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. ലീസിൽ എപ്പോഴും ഒരു വാടക കരാറുണ്ടാവും അല്ലേ, റെൻ്റൽ എഗ്രിമെൻറ്റ് ഉണ്ടാകും. സോ എന്താണ് ആ എഗ്രിമെൻറ്റിൽ പറയുന്നത്? ആ എഗ്രിമെൻറ്റിൽ ഇയാൾക്ക് എന്ത് കൊടുക്കും, റൈറ്റ് ടു യൂസ് അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നു. ആർക്ക്? ടു ലെസ്സി. ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകക്കാരൻ, അതായത് ടെനൻ്റ് എന്ന് പറയാം. ഓക്കെ. സോ ടെനൻറ്റിനെയാണ്, വാടകക്കാരനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെസ്സി എന്ന് വിളിക്കുന്നത്. ആരാണിത് കൊടുക്കുന്നത്? ലെസ്സർ ആണ് കൊടുക്കുന്നത് കേട്ടോ. ലെസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ. അപ്പോൾ ഈ അസറ്റിൻ്റെ ഓണർ, ലെസ്സർ ആയിട്ടുള്ള ആള് ലെസ്സിക്ക് എന്ത് ചെയ്യുന്നു, ഇത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നു. ഫോർ എ എഗ്രീഡ് പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിയിൽ. ഫോർ എ സിംഗിൾ പേയ്മെൻറ്റ് ഓർ സീരീസ് ഓഫ് പേയ്മെൻറ്റ്. ഒന്നില്ലെങ്കിൽ അതൊരു സിംഗിൾ വൺ ടൈം പേയ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്ലിയോ ഇയർലി ഒക്കെ ആയിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഒരു ലീസ് എന്ന് പറയുന്നത്. പക്ക നമ്മൾ വാടകയ്ക്ക് ഒരു സാധനം എടുക്കുന്നതിനെയാണ് ലീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് പക്ക നമ്മളുടെ സബ്സ്റ്റൻസ് ഓവർ ഫോമിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത് കേട്ടോ. എന്തിൻ്റെ? സബ്സ്റ്റൻസ് ഓവർ ഫോം. ശ്രദ്ധിക്കണം, സബ്സ്റ്റൻസ് ഓവർ ഫോം.
സബ്സ്റ്റൻസ് ഓവർ ഫോം. എന്താ സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സബ്സ്റ്റൻസ് ഓവർ ഫോമിനെ കുറിച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ? സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ്റെ ലീഗൽ ഫോം നോക്കിയിട്ടല്ല നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ സബ്സ്റ്റൻസ്, അതായത് അതിൻ്റെ ബെനഫിറ്റ് ആർക്കാണോ അക്രൂ ആകുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് സബ്സ്റ്റൻസ് ഓവർ ഫോമിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഹയർ പർച്ചേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസിൻ്റെ പ്രത്യേകത, ഹയർ പർച്ചേസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ മാത്രമാണ് എന്ത് കിട്ടുക? ഓണർഷിപ്പ് കിട്ടുക അല്ലേ? നമ്മൾ ലോണിന് ഒരു സാധനം എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലാണ് എന്ത് കിട്ടുന്നത്? അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നത്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഡിഫാൾട്ട് വരുത്തി കഴിഞ്ഞാൽ നമ്മളേക്കന്ന് അതെന്ത് ചെയ്യും? റീപ്രോസസ് ചെയ്ത് കൊണ്ടുപോകും, അതായത് ജപ്തി ചെയ്ത് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ഹയർ പർച്ചേസിൽ ലാസ്റ്റാണ് ഓണർഷിപ്പ് കിട്ടുന്നതെങ്കിലും നമ്മൾ അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മളത് അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യുക? അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത്? അയാൾക്ക്, ടു ലോൺ അല്ലേ? എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ലോൺ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും അല്ലേ? പക്ഷേ ശരിക്കും ഇത് നമ്മൾ ഓണർഷിപ്പിലുള്ള അസറ്റ് ആയിക്കണോ? ഇല്ല, നമ്മുടെ ഓണർഷിപ്പിലുള്ള അസറ്റ് അല്ല. ഹയർ പർച്ചേസിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ലാസ്റ്റ് EMI നിങ്ങൾ അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ അസറ്റ് ആവുള്ളൂ. ഇൻ കേസ് EMI എങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ജപ്തി ചെയ്തുകൊണ്ടോ? സോ ഇവിടെയാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ലീഗൽ ഫോം നോക്കിയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ അതിൻ്റെ സബ്സ്റ്റൻസ്, അതിൻ്റെ ബെനഫിറ്റ് ആർക്കാണോ അക്രൂ ആകുന്നത് അവരുടെ ബുക്സിലാണ് അതിൻ്റെ അസറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ നോക്കാം ഇനി. അപ്പോൾ ഇത് അതിൻ്റെ ഈ ലീസ് എന്ന് പറയുന്നതും അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും എന്തുകൊണ്ടാണിത് സബ്സ്റ്റൻസ് ഓവർ ഫോമിൻ്റെ ഒരു എക്സാമ്പിളായി മാറിയത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ഇൻസെപ്ഷൻ ഓഫ് ലീസ് ഇതൊരു ഡെഫിനിഷനാണ്. ഇതിൻ്റെ ഒരു മീനിങ് ആണ് കേട്ടോ, ഒരു ഡെഫിനിഷൻ. എന്താണ് ഇൻസെപ്ഷൻ ഓഫ് ലീസ് എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ലീസ് എഗ്രിമെൻറ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ബൈ ദി പാർട്ടീസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടേംസ്. നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസുകളൊക്കെ പറഞ്ഞ് ഉറപ്പിക്കണ ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം, അതായത് എഗ്രിമെൻറ്റ് ഡേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസെപ്ഷൻ ഓഫ് ലീസ് എന്ന് പറയുന്നത്. അതായത് ലീസ് കമൻസ്മെൻറ്റ് ഡേറ്റ് എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? ലീസ് കമൻസ്മെൻറ്റ് ഡേറ്റ്, ലീസ് കമൻസ്മെൻറ്റ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെപ്ഷൻ ഓഫ് ലീസ് എന്ന് പറയാം കേട്ടോ. സോ പൊതുവെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ലീസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫിനാൻസ് ലീസും, രണ്ട് ഓപ്പറേറ്റിംഗ് ലീസും. അപ്പോൾ ഒരു ലീസിൻ്റെ ക്വസ്റ്റ്യനിൽ ഇൻ കേസ് ആ ലീസ് ഓപ്പറേറ്റിംഗ് ലീസ് ആണെന്നോ ഫിനാൻസ് ലീസ് ആണെന്നോ പറഞ്ഞിട്ടില്ല എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് എന്തിനാണ് ഈ ലീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസ് ഈസ് ബേസ്ഡ് ഓൺ റിസ്ക് ആൻഡ് റിവാർഡ് ഇൻസിഡൻ്റൽ ടു ദി ഓണർഷിപ്പ് ഓഫ് അസറ്റ്. നമ്മൾ ഈ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക്കും റിവാർഡൊക്കെ എത്രത്തോളമാണ് ലെസ്സർക്ക് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ലെസ്സിക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ലെസ്സർക്ക് എന്തൊക്കെ ഈ ഒരു വാടക കരാറുമായിട്ട് എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് അതിനെ ബേസ് ചെയ്തിരിക്കും ഇത് ഫിനാൻസ് ലീസ് ആണോ ഓപ്പറേറ്റിംഗ് ലീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. കണ്ടോ, റിസ്ക് ആൻഡ് റിവാർഡ് ഇൻസിഡൻ്റൽ ടു ഓണർഷിപ്പ് ലൈ വിത്ത് ലെസ്സിൻ്റെ അടുത്താണ് എന്ത് നമുക്ക് റിസ്ക്കും റിവാർഡൊക്കെ, അതായത് വാടകക്കാരനാണ് അതുമായി ബന്ധപ്പെട്ട് ആ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിസ്കുകളും. ഇൻ കേസ് അത് കേടന്നു കഴിഞ്ഞാൽ നേരാക്കേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഗെയിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റിവാർഡ് ആസ്വദിക്കാനുള്ള ഉത്തരവാദിത്തം,
അതായത് ആ ഒരു വാടകയ്ക്ക് നമ്മൾ മേടിച്ച അസറ്റിൻ്റെ ഫുൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ലെസ്സി, അതിൻ്റെ എല്ലാ റിസ്ക്കും അതിൻ്റെ എല്ലാ റിവാർഡ്സും നിങ്ങൾ തന്നെ ലെസ്സി, ഓണറല്ല വാടകക്കാരൻ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അത് ഫിനാൻസ് ലീസ് ആയിരിക്കും. ഇൻ കേസ് എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യുന്നത് ലെസ്സറാണ്, നിങ്ങൾ ജസ്റ്റ് ആ ഒരു അസറ്റ് യൂസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് കേട് വന്നു കഴിഞ്ഞാൽ അത് നേരാക്കി തരുന്നത് ലെസ്സറാണ്. അതിൻ്റെ എല്ലാ ചുമതലകളും അതിൻ്റെ എല്ലാ റിസ്കുകളും അതിൻ്റെ എല്ലാ റിവാർഡ്സുകളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ലെസ്സറാണ്. ഓണറാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് ലീസ് ആയിരിക്കും. സോ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് റിസ്ക്കും റിവാർഡും ലെസ്സിക്കാണ് വെച്ചെങ്കിൽ ഫിനാൻസ് ലീസും, റിസ്ക്കും റിവാർഡും ലെസ്സർ കാണുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ലീസും ആയിരിക്കും. സോ ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഫിനാൻസ് ലീസ് ആണോ അതോ ഓപ്പറേറ്റിംഗ് ലീസ് ആണോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസുകളിലോട്ട് പോകണം കേട്ടോ. അത് ഒന്നും കൂടി എന്താ പറയുക സമ്മറി ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. സബ്സ്റ്റാൻഷ്യൽ റിസ്ക്കും റിവാർഡും ലെസ്സിക്കാണ് വെച്ചെങ്കിൽ ഫിനാൻസ് ലീസ്, സബ്സ്റ്റാൻഷ്യൽ റിസ്ക്കും റിവാർഡും ലെസ്സർ കാണുന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസ്. ഓക്കെ, സോ ഇതാണ് ഇനി മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇനി ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത്. ഇത് വെച്ചിട്ടാണ് ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മൊത്തം പോകുന്നത് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So classification of lease depends on the substance of the transaction rather than its form of contract. സോ നമ്മൾ അതിൻ്റെ സബ്സ്റ്റൻസ് നോക്കിയിട്ടാണ് ലീസ് എന്ത് ചെയ്യേണ്ടത്, ഫിനാൻസ് ലീസ് ആണോ അതോ ഓപ്പറേറ്റിംഗ് ലീസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇഫ് ദ ലീസ് അഗ്രിമെൻറ്റ് കണ്ടെയ്ൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ, ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതെങ്കിലും ഒരു കണ്ടീഷൻ, എനി വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ, ഫോളോയിങ് ക്ലോസിൽ നമ്മൾ സാറ്റിസ്ഫൈ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫിനാൻസ് ലീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു 5 1 2 3 4 5 സോ ഒരു 5 കണ്ടീഷൻസുകൾ പറയുന്നുണ്ട്. സോ ഈ 5 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫിനാൻസ് ലീസ് എന്ന് വിളിക്കാം. ഇതിൽ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആകുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കേണ്ടി വരും? ഓപ്പറേറ്റിംഗ് ലീസ് എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ 5 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസിന്റെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ലീസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇതിലൊരു കണ്ടീഷനും ആ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല വെച്ചെങ്കിൽ അതിനെ ഓപ്പറേറ്റിംഗ് ലീസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓപ്പറേറ്റിംഗ് ലീസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ, the lease transfer ownership of the asset to the lessee at the end of the lease term. അതായത് ഈ ലീസ് ടേമിൻ്റെ അവസാനത്തിൽ ലെസ്സിക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കും. ആര്? ലെസ്സർ. ലെസ്സറാണല്ലോ ഇതിൻ്റെ ശരിക്കുള്ള ഓണർ, ഇയാളാണ് ശരിക്കുള്ള ഓണർ. ലെസ്സിക്കാണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്, വാടകയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഈ ലീസ് ടേമിൻ്റെ അവസാനത്തിൽ ഓണർ പറയുന്നു, നിങ്ങൾ ഇത്രയും കാലം ഇത് യൂസ് ചെയ്തതല്ലേ, നിങ്ങൾ എന്ത് ചെയ്തോ ഇത്രയും കാലം വാടക തന്നതല്ലേ, അങ്ങനെ ലീസ് ടേമിൻ്റെ അവസാനത്തിൽ ഇതിൻ്റെ ഓണർഷിപ്പ് കൈമാറാനുള്ള ഒരു ക്ലോസ്, കൈമാറും എന്ന് പറയുന്ന ഒരു ക്ലോസ് നമ്മളുടെ റെൻ്റൽ അഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ, അതായത് 10 കൊല്ലത്തിന് ലീസിനെടുത്തു, 10ാമത്തെ കൊല്ലത്തിൽ അത് നമ്മളുടെ അസറ്റായി മാറും. ശരിക്കും ഇതൊരു ഹയർ പർച്ചേസ് മോഡലായി വരുന്നില്ലേ ഈ ഒരു ക്ലോസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. നമ്മൾ മാസം മാസം വാടക കൊടുക്കുന്നു, ഹയർ പർച്ചേസിന് എടുക്കുമ്പോൾ മാസം മാസം നമ്മൾ ലോണിന് EMI അടക്കുന്നു, അങ്ങനെ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുമ്പോൾ നമ്മൾ ഓണർഷിപ്പിലോട്ടാകുന്നു. ഇവിടെയും ഈ ക്ലോസിൽ എന്താ പറയുന്നത്? ലീസ് ടേമിൻ്റെ അവസാനത്തിൽ അതിൻ്റെ ഓണർഷിപ്പ് വാടകക്കാരന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിനാൻസ് ലീസ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ഫിനാൻസ് ലീസ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഒരു ക്ലോസ് ആ ലീസ് അഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു ക്ലോസ് ആ ലീസ് അഗ്രിമെൻറ്റിൽ ഉണ്ടെങ്കിൽ കേട്ടോ. രണ്ടാമത്തത്, ലെസ്സി ഹാസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ദ അസറ്റ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ഫെയർ വാല്യൂ ഓഫ് അസറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് ദി ഓപ്ഷൻ. അതായത് ലെസ്സി ഹാസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ്, ലെസ്സി ഹാസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ്. ലെസ്സിക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വാടകക്കാരന് ഈ അസറ്റ് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ആര് കൊടുക്കുകയാണ്? ഓണർ കൊടുക്കുകയാണ്. അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ദി ഫെയർ വാല്യൂ, ഇപ്പൊ മാർക്കറ്റിലുള്ള വാല്യൂനേക്കാട്ടും എത്രയോ താഴെയുള്ള ഒരു വിലക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? എക്സസൈസിങ് ദ ഓപ്ഷൻ ഷുഡ് ബി റീസണബിളി സർട്ടൈൻ. ഇതെന്തായാലും അയാൾ ഈ ഒരു ഓപ്ഷൻ അയാൾ എന്ത് ചെയ്യും? നിറവേറ്റും. അയാൾ ഈ ഒരു ചെറിയ പൈസക്ക് ഇത് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള
റീസണബിൾ സെർട്ടൈൻ ഈ ഒരു ലീസ് എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് തന്നെ, ഇൻസെപ്ഷൻ ഓഫ് ലീസിൻ്റെ സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റ് അയാളിലോട്ട് പോകും. ആരിലോട്ട്? ലെസ്സിൻ്റെ കയ്യിലോട്ട് എത്തും. ചെറിയൊരു വിലക്ക്, ലോവർ പ്രൈസിന് ലെസ്സിക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അത് എന്തായാലും നടത്തപ്പെടും എന്നുള്ള ഒരു റീസണബിൾ സെർട്ടനിറ്റി ആ ലീസ് എഗ്രിമെന്റ് ഡേറ്റിൽ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫിനാൻസ് ലീസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഫിനാൻസ് ലീസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇനി ലീസ് ടേം ഈസ് ഫോർ ദ മേജർ പാർട്ട് ഓഫ് എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് ഈവൻ ഇഫ് ദ ടൈറ്റിൽ ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. സോ ശരിക്കും ഒരു 50%, മോർ ദാൻ 50% കേട്ടോ. സോ മോർ ദാൻ 50% യൂസ്ഫുൾ ലൈഫും ലീസ് ടേം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫിനാൻസ് ലീസ് ആക്കിക്കോ. മനസ്സിലായോ? ഇപ്പോൾ ഒരു 10 കൊല്ലം എന്താ പറയുക വേണ്ട, ഒരു 6 കൊല്ലത്തിനാണ് നമ്മൾ ലീസിനെടുത്തതെന്ന് കൂട്ടിക്കോ. 6 ഇയേഴ്സിന് ലീസിനെടുത്തു. നമ്മളൊരു 4 കൊല്ലമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? 6 ഇയേഴ്സ് ആണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്. ടോട്ടൽ ആസെറ്റ് 6 വർഷത്തിനാണ് യൂസ്ഫുൾ ലൈഫ് ഉള്ളൂ. നമ്മളൊരു 4 വർഷത്തിന് ലീസിനെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആസെറ്റിൻ്റെ മേജർ പാർട്ടും നമ്മളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേജർ യൂസ്ഫുൾ ലൈഫും നമ്മളാണ് ലീസ് ടേം കവർ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതെന്തായിരിക്കും? ഫിനാൻസ് ലീസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അടുത്തത്, ദ ലീസ്ഡ് അസറ്റ് ഈസ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് നേച്ചർ. ഈ ലീസ് ചെയ്യപ്പെട്ട അസറ്റ് സ്പെഷ്യലൈസ്ഡ് നേച്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെസ്സിക്ക്, ഈ വാടകക്കാരന് മാത്രമായി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള അസറ്റാണ്. മനസ്സിലായോ? കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള അസറ്റാണ്. ആൻഡ് വിച്ച് ക്യാൻ ബി ഓൺലി യൂസ്ഡ് ഓൺലി ബൈ ദി ലെസ്സി. അത് ലെസ്സിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൻക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത അസറ്റ്, ഓൻക്ക് വേണ്ടിയിട്ട് ഈ ഓണർ എന്ത് ചെയ്തു? ഒരു അസറ്റ് ഉണ്ടാക്കുന്നു, ഓൻ പറയുന്ന കസ്റ്റമൈസേഷൻ അസറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഓൻക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വാടകയ്ക്ക് കൊടുക്കുന്നു. സോ ഒരു മോഡിഫിക്കേഷൻ ഒന്നും നടത്താതെ നമുക്കത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അസറ്റ് കസ്റ്റമൈസ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ അതും ഫിനാൻസ് ലീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സംഭവം വരണം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫിനാൻസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ഫിനാൻസ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റിനല്ലേ നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്, എനിക്കിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കൺസെപ്റ്റ് ഞാൻ ഇതിൽ വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ മെഷീനറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഓക്കെ, എത്രയാണ്? 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇല്ല. പക്ഷെ ഈ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ എനിക്ക് ഈ മെഷീനറി വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ മെഷീനറി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? 2 ഓപ്ഷനാണ് എനിക്കുള്ളത്. ഞാൻ നേരെ ബാങ്കിലൊന്ന് പോയി നോക്കും. ബാങ്കിൽ പോയിട്ട് പറയും എനിക്കൊരു മെഷീനറി വാങ്ങണം എൻ്റെ ബിസിനസ്സിലോട്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ലോണ് തരണം എന്ന് പറയും. അങ്ങനെ ബാങ്ക് എന്ത് ചെയ്യുന്നു? ലോണ് തരുന്നു 10 ലക്ഷം റുപ്യക്ക്. ഈ 10 ലക്ഷം രൂപക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീനറി വാങ്ങുന്നു. എന്ത് വാങ്ങുന്നു? മെഷീനറി നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. എന്താ ജേണൽ എൻട്രി? നമുക്ക് മെഷീനറി കിട്ടുന്നു അല്ലേ? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. 10 ലക്ഷം റുപ്യയുടെ മെഷീനറി നമ്മൾ വാങ്ങുന്നു, 10 ലക്ഷം റുപ്യ ലോണും കൊടുക്കാനുണ്ട്. ഇങ്ങനെ ലോണിന് നമ്മളൊരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ഇതിൻ്റെ ഓണർ അല്ലേ? ആണ്. പക്ഷേ എനിക്ക് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടിയില്ല. എന്ത് ചെയ്തില്ല? ലോണ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ്, എനിക്ക് എന്തായാലും മെഷീനറി വാങ്ങണമല്ലോ അല്ലേ? ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ മെഷീനറി ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ നോക്കും. അങ്ങനെ ഞാൻ ഇപ്പം അങ്ങനെയാണല്ലോ, എനിക്ക് ബിൽഡിംഗ് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ബിൽഡിംഗ് വാടക എടുത്തിട്ടല്ലേ ബിസിനസ് ചെയ്യുക. ഞാനൊരു ബിൽഡിംഗ് വാങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ബിൽഡിംഗ് എന്ത് ചെയ്യും? വാടകയ്ക്ക് എടുത്തിട്ട് ബിസിനസ് ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് മെഷീനറി ലോണിന് കിട്ടിയിട്ടില്ല, വാങ്ങാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സോ അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ? ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്.
ഈ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റിനെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലീസിനെടുക്കുന്നത്. നമ്മൾ അസറ്റ് എന്ത് ചെയ്യുന്നു, ലീസിനെടുക്കുന്നു. അപ്പോൾ ലീസ് എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റീവ് ഫോർ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് അല്ലേ, ആൾട്ടർനേറ്റീവ് ഫോർ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ നോക്കി നോക്കാം, ഇവിടെ അസറ്റിൻ്റെ ഓണർഷിപ്പ് എനിക്ക് കിട്ടുന്നു. സോ ഞാൻ ഫിനാൻസ് കോസ്റ്റിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ലീസ് ടൈമിൻ്റെ അവസാനത്തിൽ കിട്ടുന്നു. ഇവിടെ ഞാൻ ഈ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ, ലോൺ എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഫുൾ യൂസ്ഫുൾ ലൈഫ് എനിക്ക് യൂസ് ചെയ്യാം. ഇവിടെ മേജർ പാർട്ട് ഓഫ് യൂസ്ഫുൾ ലൈഫും യൂസ് ചെയ്യാം. ഞാൻ വിചാരിക്കുന്ന പോലുള്ളൊരു അസറ്റ് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുക, ലോണിനെടുത്തിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുക. പക്ഷേ ലീസിന് എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ കിട്ടുമോ? പക്ഷേ ഇവിടെ പറയുകയാണ് ലീസിൽ നമ്മൾ വിചാരിച്ച പോലെ സ്പെഷ്യലൈസ്ഡ് നേച്ചർ ഓഫ് ലീസ്ഡ് അസറ്റാണ് നമ്മൾ ലീസിനെടുക്കുന്നത് എങ്കിൽ അതെന്തായിരിക്കും, ഫിനാൻഷ്യൽ ലീസ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഏകദേശം ലോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ലോൺ എടുത്ത് അസറ്റ് വാങ്ങുന്ന ആ ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റിന് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലീസിനെ കാണുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ലെസ്സി എന്ന് പറഞ്ഞ ആള് ഇതൊരു ഫിനാൻസ് ലീസ് ആണെങ്കിൽ ഈ ലോണിൻ്റെ എന്താണോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതുതന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ഫിനാൻസ് ലീസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെസ്സിൻ്റെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നില്ലേ, ലെസ്സിൻ്റെ ബുക്ക് ശരിക്കും അയാൾ ഓണർ അല്ലെങ്കിൽ പോലും റെക്കോർഡ് ചെയ്യണം അസറ്റായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്റ്റൻസ് ഓവർ ഫോമിൻ്റെ കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് എങ്ങനെയാണോ അതേ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ലെസ്സിൻ്റെ ബുക്കിൽ നമ്മൾ ഫിനാൻസ് ലീസ് ആണ് വെച്ചെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് അതിൻ്റെ പേരിന് തന്നെ എന്ത് വന്നത്, ഫിനാൻസ് ലീസ് എന്ന് വന്നത്. ഫിനാൻസ് ലീസ് എന്ന് വന്നത് ഇതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതൊരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇതിന് ഫിനാൻസ് ലീസ് എന്ന് വന്നത് ട്ടാ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണ്ടീഷനും കൂടി നോക്കാം. അറ്റ് ദ ഇൻസെപ്ഷൻ ഓഫ് ലീസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ് ആർ സബ്സ്റ്റാൻഷ്യലി ഈക്വൽ ടു ദി ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് അസറ്റ്. നമ്മളുടെ ഇൻസെപ്ഷൻ ഓഫ് ലീസ് എന്ന് വെച്ചാൽ ലീസ് അഗ്രിമെന്റ് ഡേറ്റിൽ നമ്മളെ ഫെയർ വാല്യൂ ഓഫ് അസറ്റ്, ലീസ്ഡ് അസറ്റ്, ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് അസറ്റ് സബ്സ്റ്റാൻഷ്യലി ഈക്വൽ ടു എന്ന് വെച്ചാൽ ഏകദേശം 90% ഈക്വൽ ആയാൽ മതി. എന്തുമായിട്ട്, പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്, ഏകദേശം 90% എന്ത് ചെയ്താൽ മതി, ഈക്വൽ ആയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റും ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് അസറ്റും സബ്സ്റ്റാൻഷ്യലി ഈക്വൽ ആകുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഫിനാൻസ് ലീസ് ആയിരിക്കും. സോ അപ്പോൾ ഈ 4 കണ്ടീഷൻ ഉണ്ടല്ലോ, ആദ്യത്തെ 4 കണ്ടീഷൻ എന്ന് പറയുന്നത് തിയററ്റിക്കൽ കണ്ടീഷൻസുകളാണ്. കാരണം ഇത് ക്വസ്റ്റ്യനിൽ തന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഈ ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഫിനാൻസ് ലീസ് ആണോ അതോ ഓപ്പറേറ്റിംഗ് ലീസ് ആണോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇത് ഫിനാൻസ് ലീസ് ആണോ ഓപ്പറേറ്റിംഗ് ലീസ് ആണോ എന്നുള്ളത് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ഫെയർ വാല്യൂ ഓഫ് അസറ്റ് എന്ന് വെച്ചാൽ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ. എന്താണ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് അറിയണ്ടേ? മിനിമം ലീസ് പേയ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂലോട്ട് ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ മിനിമം ലീസ് പേയ്മെൻറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം ലീസ് പേയ്മെൻറ്റ് ഈക്വൽ ടു പേയ്മെൻറ്റ് ഓവർ ദി ലീസ് ടേം റെൻ്റൽസ് ഓൺ നോൺ ക്യാൻസലബിൾ പീരിയഡ്. അതായത് ആ ടോട്ടൽ ഇപ്പോൾ 5 കൊല്ലത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീസിന് എടുത്തിട്ടുള്ളതെങ്കിൽ ആ 5 കൊല്ലത്തിൻ്റെയും ലീസ് പേയ്മെൻറ്റ്, അതാണ് പേയ്മെൻറ്റ് ഓവർ ദി ലീസ് ടേം എന്ന് പറയുന്നത് കേട്ടോ. ആ ലീസ് ടേമിലുള്ള മൊത്തം പേയ്മെൻറ്റും നമുക്ക് എന്താണ്, മിനിമം ലീസ് പേയ്മെൻ്റ് ആണ്. പ്ലസ് ബാർഗെയിൻ പർച്ചേസ് ഓഫർ പ്രൈസ് ഈഫ് എക്സിസ്റ്റ് ഇൻ ദി എഗ്രിമെൻറ്റ്. എന്താ ബാർഗെയിൻ പർച്ചേസ് ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ആ ഒരു അസറ്റ്, ലെസ്സിക്ക് ആ ഒരു അസറ്റ് ലോവർ പ്രൈസിന് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസ് ആണെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷനെയാണ്, ഒരു ലോവർ പ്രൈസിന് വാങ്ങാനുള്ള ആ ലോവർ പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാർഗെയിൻ പർച്ചേസ് ഓഫർ പ്രൈസ്. അപ്പോൾ ഇത് ക്ലോസ് ബിയിലുള്ള ആ ഒരു എമൗണ്ട് ആണ് കേട്ടോ. നമ്മൾ ആ ക്ലോസ് ബി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, മനസ്സിലായില്ലേ, ആ ക്ലോസ് ബി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിൽ വരുന്ന ആ ഒരു ലോവർ പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാർഗെയിൻ പർച്ചേസ് ഓഫർ പ്രൈസ് എന്ന് വിളിക്കുന്നത്. അതുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി ലെസ്സി പോയിന്റ് ഓഫ് വ്യൂലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ലെസ്സി ഗ്യാരണ്ടി ചെയ്യുന്ന റെസിഡൽ വാല്യൂ ബൈ ദി ലെസ്സി ഓർ എനി ബഡി ബിഹാഫ് ഓഫ് ലെസ്സി. ഇനി പിന്നെ ഗ്യാരണ്ടീഡ്, ഇനി ലെസ്സർ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ ബൈ ലെസ്സി എടുക്കണം, എനിബഡി ഓൺ ബിഹാഫ് ഓഫ് ലെസ്സി എടുക്കണം. ഇനി ബൈ ഇൻഡിപെൻഡന്റ് പാർട്ടി ഉണ്ടെങ്കിൽ പുറത്തത്തെ റെസിഡൽ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ലെസ്സർ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുവെച്ചെങ്കിൽ എന്താണ് ഈ റെസിഡൽ വാല്യൂ, ഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 വർഷത്തിന് ഞാൻ ലീസിനെടുത്തു. 5 ഇയേഴ്സിന് ഞാൻ എന്ത് ചെയ്യാണ്, ലീസിനെടുക്കുകയാണ് 5 വർഷത്തിന്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ പറയുകയാണ്, ഇതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഞാനിത് 5 കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു റെസിഡൽ വാല്യൂ, അതായത് നിങ്ങളിത് വിൽക്കുകയാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ റെസിഡൽ വാല്യൂ ആയിട്ട് നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ എന്തായാലും കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്യാണ്. കാരണം അതെന്തിനാണ് അങ്ങനെ ഗ്യാരണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 5 കൊല്ലം ഈ ഒരു അസറ്റ് യൂസ് ചെയ്തിട്ട് അൽക്കുലത്തായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, കേടെടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതെന്തായാലും 5 കൊല്ലം യൂസ് ചെയ്താലും ഇത്ര വില ഇതിന് കിട്ടുമെന്ന് നമ്മൾ ഗ്യാരണ്ടി ചെയ്യണം. അതെന്തിനാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? നമ്മൾ നല്ല നിലക്ക് നോക്കും എന്നുള്ളൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ആകെ ഇത് സെയിൽ ചെയ്തപ്പോൾ ആകെ 80,000 കിട്ടിയുള്ളൂ നോട്ടിക്കോ. വിറ്റപ്പോൾ എത്ര റുപ്യക്കാണ് സെയിൽ ചെയ്തത്? 80,000 റുപ്യ കിട്ടിയുള്ളൂ നോട്ടിക്കോ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 20,000 റുപ്യ ആരും കൊടുക്കണം? ലെസ്സി കൊടുക്കണം. കാരണം അവന് 1 ലക്ഷം റുപ്യ ഗ്യാരണ്ടി ചെയ്തിരിക്കണേ. കാരണം പക്ഷേ ആകെ 80,000 റുപ്യ കിട്ടുള്ളൂ വെച്ചെങ്കിൽ ബാക്കി 20,000 റുപ്യ എന്ത് ചെയ്യണം? ബാക്കി 20,000 റുപ്യ എന്ത് ചെയ്യണം? ലെസ്സി കൊടുക്കേണ്ടി വരും. ഇതാണ് ഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. സോ ലെസ്സർ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ലെസ്സി ഗ്യാരണ്ടി ചെയ്തതും പ്ലസ് അൺഗ്യാരണ്ടീഡ്, ഇൻഡിപെൻഡൻറ്റ് പാർട്ടി ഗ്യാരണ്ടി ചെയ്യുന്നതിനാണ് അൺഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ എന്ന് വിളിക്കുക കേട്ടോ. അൺഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ കൂടി എടുക്കണം. ഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ ബൈ ലെസ്സി പ്ലസ് പുറത്തത്തെ അൺഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റെസിഡൽ വാല്യൂ കൂടി എടുക്കണം കേട്ടോ. ഓക്കെ, സോ ഇനി അടുത്തത് MLP ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി ഫോളോയിങ്. ഇനി മിനിമം ലീസ് പേയ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇൻക്ലൂഡ് ചെയ്യരുതേ. കുറച്ച് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇൻക്ലൂഡ് ചെയ്യരുത്. 1, കണ്ടിജൻറ്റ് റെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യരുത്. എന്താ കണ്ടിജൻറ്റ് റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റെൻറ്റ് വിച്ച് ഈസ് ഡിറ്റർമിനബിൾ ബേസ്ഡ് ഓൺ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ്. നമ്മൾ എന്ത് ചെയ്യും, സെയിൽസിൻ്റെ പേഴ്സൻറ്റേജിലൊക്കെ റെൻറ്റ് തീരുമാനിക്കുമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ഫ്ലോക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ 10% റെൻറ്റ് തന്നാൽ മതി, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം റെൻറ്റ് തന്നാൽ മതി മാസം മാസം, അല്ലെങ്കിൽ ഈ മാസം എത്രയാണോ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ ഇത്ര ശതമാനം റെൻറ്റ് തന്നാൽ മതി. അതിനെ കണ്ടിജൻറ്റ് റെൻറ്റ് എന്നാണ് വിളിക്കുക. ആ കണ്ടിജൻറ്റ് റെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റൂല, മിനിമം ലീസ് പേയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത്, പേയ്മെൻറ്റ് ഓവർ ദി ലീസ് ടേം. ആ പേയ്മെൻറ്റ്, ആ ഫിക്സ്ഡ് പേയ്മെൻറ്റ് മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. മെയിൻ്റനൻസ് കോസ്റ്റും എടുക്കാൻ പറ്റില്ല. എന്താ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ ചില ബിൽഡിംഗ് ഒക്കെയാണ് റെൻറ്റിന് എടുക്കുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സർവീസ്, കോമൺ ഏരിയ മെയിൻ്റനൻസ്, പാർക്കിംഗ്, അങ്ങനെ മെയിൻ്റനൻസ് കോസ്റ്റുകൾ ഉണ്ടാകും. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിനിമം ലീസ് പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ നമ്മൾ റെൻറ്റിന് എടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ പ്രോപ്പർട്ടി ടാക്സ്, റിയൽ എസ്റ്റേറ്റ് ടാക്സ്, അങ്ങനെയൊക്കെ ടാക്സുകൾ ഉണ്ടാവും. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിനിമം ലീസ് പേയ്മെൻറ്റിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ഇത്രയും കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മിനിമം ലീസ് പേയ്മെൻറ്റ് കിട്ടും കേട്ടോ, ഒഴിവാക്കാം. സോ നമുക്ക് ആദ്യം ഇപ്പോൾ ഫിനാൻസ് ലീസിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ പഠിക്കാം കേട്ടോ. സോ ഫിനാൻസ് ലീസ് അക്കൗണ്ടിങ്. സോ നമുക്ക് ഫിനാൻസ് ലീസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ അപ്പോൾ ഞാനിവിടെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ബാങ്കിൽ നിന്ന്, ഞാനിവിടെ 2 കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. സോ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ലീസിന് എടുക്കുന്നത്. സോ അതും ഫിനാൻസ് ലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു
5 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഫിനാൻസ് ലീസ് ആവുമല്ലോ. അങ്ങനെ ഫിനാൻസ് ലീസ് ആയി കഴിഞ്ഞാൽ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ അസെറ്റ് വാങ്ങുമ്പോൾ എന്താ ജേണൽ എൻട്രി ചെയ്തേണ്ടത്? സോ അസെറ്റ് അക്കൗണ്ട് ഡെറ്റർ, നമുക്ക് അസെറ്റ് കിട്ടും നമ്മൾ ഓണർഷിപ്പിൽ, ടു ബാങ്ക് ലോൺ അല്ലേ, ലോൺ ഉണ്ടാകും, ലോൺ അടക്കേണ്ടി വരും. ഈ സെയിം ജേണൽ എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെയും റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ അസെറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും, അസെറ്റ് അക്കൗണ്ട് ഡെറ്റർ. ശ്രദ്ധിക്കണം, ലീസിന് എടുക്കുന്ന അസെറ്റ് ആണ് വെച്ചെങ്കിൽ ROU അസെറ്റ് എന്നാണ് അതിന് വിളിക്കുക കേട്ടോ. റൈറ്റ് ടു യൂസ് അസെറ്റ് എന്നാണ് വിളിക്കുക, ROU അസെറ്റ് കേട്ടോ. സോ ROU അസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലാബിലിറ്റി. നമുക്കിവിടെ ലാബിലിറ്റി ഉണ്ട്. ലീസ് ലാബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേയബിൾ ടു ലെസ്സർ, ലെസ്സർക്ക് പൈസ കൊടുക്കാമല്ലേ. അപ്പോൾ എന്താണോ ബാങ്ക് ലോണിന്റെ ജേണൽ എൻട്രി അതേ ജേണൽ എൻട്രി ആണ്. ശരിക്കും ഈ ലീസിന് എടുക്കുമ്പോൾ നമ്മൾ ഓണർഷിപ്പിലാണോ ഈ അസറ്റ് കിട്ടുന്നത്? ലീസിന് എടുക്കുമ്പോൾ നമ്മൾ ഓണർഷിപ്പിലാണോ ഈ അസറ്റ് ഉള്ളത്? അല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു? നമ്മളെ ഇത് ലെസ്സിന്റെ ബുക്കിലാണ് എഴുതുന്നത് കേട്ടോ, ലെസ്സിന്റെ ബുക്കിലാണ് എഴുതുന്നത്, ലെസ്സിന്റെ ബുക്കിലാണ് എഴുതുന്നത്. ഇത് നമ്മളുടെ അസറ്റിന്റെ, നമ്മളെ ഓണർഷിപ്പിലുള്ള അസറ്റ് അല്ലെങ്കിലും ഇത് നമ്മളെ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള കാരണം സബ്സ്റ്റൻസ് ഓവർ ഫോം ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സബ്സ്റ്റൻസ് ഓവർ ഫോം ആണ്. മനസ്സിലായോ? ഓക്കെ. സോ അപ്പോൾ ഞാൻ ആദ്യം ലെസ്സിയുടെ ബുക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്, ലെസ്സിസ് ബുക്ക്. ടു ഗിവ് ആൻ എഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഓവർ ഫോം, ലെസ്സി ഷുഡ് റെക്കഗ്നൈസ് ബോത്ത് അസറ്റ് ആൻഡ് ലാബിലിറ്റി. നമ്മൾ അസറ്റും അതേപോലെ തന്നെ ലാബിലിറ്റിയും റെക്കോർഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് പേയബിൾ ടു ലെസ്സർ. എന്താണ് അസറ്റ് ലാബിലിറ്റി? ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് വാല്യൂ എത്രയെന്ന് അറിയാം അല്ലേ, ഇവിടെ കറക്റ്റ് വാല്യൂ എത്രയെന്നുള്ള അറിയാം. ഇവിടെ നമ്മൾ ലീസിനാകുമ്പോൾ അസറ്റ് ഏത് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യും, അതേപോലെ തന്നെ ലാബിലിറ്റി ഏത് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യും. സോ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. അസറ്റ് ആൻഡ് ലാബിലിറ്റി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് ഫെയർ വാല്യൂ ഓഫ് അസറ്റ്, ലീസ്ഡ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്, വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. സോ അതാണ് അതിൻ്റെ ആ ജേണൽ എൻട്രിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, വിച്ച് എവർ ഈസ് ലോവർ. മനസ്സിലായില്ലേ? കണ്ടോ എന്താ ജേണൽ എൻട്രി നോക്കി നോക്ക്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പേയബിൾ ടു ലെസ്സർ. പേയബിൾ ടു ലെസ്സർ എന്ന് വെച്ചാൽ ലീസ് ലാബിലിറ്റി കേട്ടോ. സോ ഇതാണല്ലോ നമ്മൾ ലെസ്സർ കൊടുക്കാനുള്ളത്, അതിന് നമ്മൾ ലീസ് ലാബിലിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ. ഫിക്സഡ് അസറ്റ് ശരിക്കും ഇതിനെ ROU അസറ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. അവിടെ ROU അസറ്റ് എന്ന് എഴുതിക്കൊണ്ട്, ROU അസറ്റ് കേട്ടോ, ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലാബിലിറ്റി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സോ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണിത് കേട്ടോ. നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സോ എസ്ക്വയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ടേക്കൺ മെഷീനറി ഓൺ ഫിനാൻസ് ലീസ്. ഇവിടെ പ്രത്യേകം ഫിനാൻസ് ലീസിനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫ്രം SK ലിമിറ്റഡ്, ദ ഇൻഫർമേഷൻ ഈസ് ആസ് അണ്ടർ. ഓക്കെ. സോ ലീസ് ടേം 4 years ആണ്. ഫെയർ വാല്യൂ അറ്റ് ഇൻസെപ്ഷൻ ഓഫ് ലീസ്, ആ ഒരു ലീസ്ഡ് അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ 20 ലക്ഷമാണ്. ലീസ് റെൻറ്റ് 6,25,000 പെർ ആനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്. ഗ്യാരണ്ടീഡ് റെസിഡൽ വാല്യൂ 1,25,000 ആണ്. എക്സ്പെക്റ്റഡ് റെസിഡൽ വാല്യൂ 3,75,000 ആണ്. ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 15% ആണ്. സോ ഡിസ്കൗണ്ട് റേറ്റ് ഫോർ 1 year 2 year നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടറുകൾ തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഫാക്ടറുകൾ. സോ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദി ലീസ് ലാബിലിറ്റി ആസ് പെർ AS 19. ഓക്കെ. സോ AS 19 പ്രകാരം എത്രയാണ് ലീസ് ലാബിലിറ്റി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസ്ക്ലോസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദിസ് ഓൺ ദി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1 എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇയർ 1 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും എന്ത് ഇമ്പാക്റ്റ് ആണ് ഇത് കാരണം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിനാൻസ് ലീസ് ആണെന്ന് ആൾറെഡി അറിഞ്ഞതുകൊണ്ട് തന്നെ, സോ ലീസ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻ ദ ബുക്ക് ഓഫ് ലെസ്സി ആണ് നമ്മൾ ആദ്യം ഉണ്ടാവുക കേട്ടോ. സോ അപ്പോൾ ആൻസറിൽ ആസ് പെർ AS 19 പ്രകാരം നമ്മൾ പറയണം കേട്ടോ. ആസ് പെർ AS 19
leases, lessee should recognize the lease as an asset and liability. അസറ്റും റെക്കോർഡ് ചെയ്യണം പ്ലസ് ലാബിലിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ലീസ് ആസ് എൻ അസറ്റ് ആൻഡ് ലാബിലിറ്റി അറ്റ് ആൻ എമൗണ്ട്. ഏത് എമൗണ്ടിലാണ് നമ്മൾ അസറ്റും ലാബിലിറ്റി റെക്കോർഡ് ചെയ്യേണ്ടത്? അറ്റ് ആൻ എമൗണ്ട് ലോവർ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് ഓർ, ഒരിക്കലും ഷോർട്ട് ഫോം എഴുതരുത് കേട്ടോ, ഞാനിവിടെ എഴുതാന്നുള്ളൂ. പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് ഓർ ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് അസറ്റ് അല്ലേ. സോ ഇതിൽ വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലേ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫെയർ വാല്യൂ ഓഫ് അസറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്. സോ നമുക്ക് ഇയർ, മിനിമം ലീസ് പേയ്മെൻറ്റ്, ഡിസ്കൗണ്ട് ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ. സോ നമുക്ക് 4 വർഷമാണ് അല്ലേ. 1, 2, 3, 4. സോ ലീസ് പേയ്മെൻറ്റ് നമുക്ക് 6,25,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലീസ് പേയ്മെൻറ്റ് വരുന്നത് 6,25,000 ഫസ്റ്റ് ഇയറിൽ കൊടുക്കണം, 6,25,000 സെക്കൻഡ് ഇയറിൽ കൊടുക്കണം, 6,25,000 തേർഡ് ഇയറിൽ കൊടുക്കണം, 6,25,000 ഫോർത്ത് ഇയറിലും കൊടുക്കണം. സോ ഗ്യാരൻറ്റീഡ് റെസിഡ്വൽ വാല്യൂ, ഇതും പേയ്മെൻറ്റ് ഓവർ ദി ലീസ് ടേം, ഇത് രണ്ടും പാടെ കൂട്ടുമ്പോഴാണല്ലോ നമുക്ക് മിനിമം ലീസ് പേയ്മെൻറ്റ് ആകുന്നത്. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിൽ എടുക്കേണ്ടത്. ഇപ്പോൾ ഗ്യാരൻറ്റീഡ് റെസിഡ്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1,25,000 ആണ്. സോ അതും നമ്മൾ എടുക്കണം കേട്ടോ. ഓക്കെ. സോ ഡിസ്കൗണ്ട് ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടറുകൾ എത്രയൊക്കെയാണെന്നുള്ളത് 0.8696, 0.8696, 0.7561. ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കാൻ അറിയില്ലേ? ഇവിടെ ആൾറെഡി നമുക്ക് 15% ആണ് ഇംപ്ലിസിറ്റ് റേറ്റ് തന്നിട്ടുണ്ട്. 1/1.15 എടുത്താൽ മതി കേട്ടോ. സോ റൈസ് ടു 1 എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കും. റൈസ് ടു 2 എടുത്തു കഴിഞ്ഞാൽ 2 വർഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. വീണ്ടും ഈക്വൽ ടു അടിച്ച് പോയാൽ മതി കേട്ടോ. സോ 0.6575, 0.5718 റെസിഡ്വൽ വാല്യൂ ലാസ്റ്റ് ഇയറിൻ്റെ തന്നെ അല്ലേ, 0.5718 കേട്ടോ. സോ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ 5,43,500, 4,72,563, 4,10,937, 4,28,850. സോ ഇത് രണ്ടും പാടെ കൂട്ടിയിട്ട് കേട്ടോ. സോ ടോട്ടൽ എടുക്കുക 18,55,850 കിട്ടും. ഓക്കെ. സോ അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് ഇത് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക കേട്ടോ. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണേ, എന്നിട്ട് വേണം ബാക്കിയുള്ളത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ലേ. പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് ഈക്വൽ ടു 18,55,850. ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് അസറ്റ്, ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് അസറ്റ് അത് എത്രയായിരുന്നു? 20 ലക്ഷം. ഓക്കെ. സോ ഇതിൽ വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. ലോവർ എമൗണ്ട് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ദ അസറ്റ് ആൻഡ് ലാബിലിറ്റി, അസറ്റ് ആൻഡ് ലീസ് ലാബിലിറ്റി
ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. റെക്കഗ്നൈസ്ഡ് അറ്റ് 18,50,850 ആസ് പെർ AS19. ഓക്കെ, AS19 പ്രകാരം ഈ ഒരു വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കഗ്നൈസ് ചെയ്യേണ്ടത് കേട്ടോ. സോ ജേണൽ എൻട്രി അറ്റ് ഇൻസെപ്ഷൻ ഓഫ് ലീസ്. ഇൻസെപ്ഷൻ ഓഫ് ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീസ് അഗ്രിമെന്റ് ഡേറ്റ് തന്നെ റെക്കോർഡ് ചെയ്യണം കേട്ടോ. സോ അറ്റ് ഇൻസെപ്ഷൻ ഓഫ് ലീസ്. സോ ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ ലീസിനെടുത്ത അസറ്റാണ്, അത് ലീസിനെടുത്തതാണെന്ന് മനസ്സിലാകണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ നമ്മൾ വാങ്ങിയ അസറ്റുകളാണെന്ന് ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ അസറ്റുകളുടെ പേരുകളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിയ അസറ്റുകളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ യൂസർക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് അതിന് ROU അസറ്റ് എന്ന്, അതായത് ലീസ്ഡ് അസറ്റ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ടു പേയബിൾ ടു ലെസ്സർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീസ് ലയബിലിറ്റി എന്ന് എഴുതാം. 18,50,850. ഓക്കെ, സോ ഇതാണ് ജേണൽ എൻട്രി കേട്ടോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ലോൺ ആയിട്ടാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഇനി അക്കൗണ്ട്സിൽ ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിരുന്നല്ലോ. ഇനി നമ്മൾ ലോണിൽ എന്താ സംഭവിക്കുക, ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യും, റീപേ ചെയ്യൂലേ, പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യും. ഓക്കെ, സോ ഇവിടെയും അതേപോലെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. സോ അതാണ് ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഇവിടെ പറയുന്നുണ്ടത് ഇത് കണ്ടോ, സോ മിനിമം ലീസ് പേയ്മെന്റ് നമുക്ക് ഓരോ വർഷം പേ ചെയ്യുന്ന 6,25,000 ഉണ്ടല്ലോ, അത് നമ്മൾ EMI ആണ് കൊടുക്കുന്നത് എന്നുള്ള രൂപത്തിൽ. നമ്മൾ ലോൺ അടക്കുമ്പോൾ EMI ആയിട്ടല്ലേ അടക്കുക. അപ്പൊ ലീസിന് നമ്മൾ വാടക കൊടുക്കുന്നത് എന്ത് ചെയ്യുക, EMI അടക്കുന്ന പോലെ ട്രീറ്റ് ചെയ്യുക. ആ 6,25,000 എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക. അതിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടാവും. ഇപ്പൊ EMI എന്ന് പറയുന്നത് അതിൽ ഇൻട്രസ്റ്റ് പോർഷനും പ്രിൻസിപ്പൽ പോർഷനും കൂടിയല്ലേ നമ്മൾ പേ ചെയ്യുക. അപ്പൊ അത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ടും റീപേയ്മെന്റ് ഓഫ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ലോണിന്റെ EMI എങ്ങനെയാണ് നടക്കുന്നത്, ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ വളരെ ക്ലിയർ ആണ്. അതായത് നിങ്ങൾ പിന്നെ ലോണിന്റെ EMI എങ്ങനെയാണോ അടച്ചു തീർക്കുന്നത്, അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണോ, അതേ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വാടക ഓരോ വർഷം കൊടുക്കുന്ന സമയത്തും അതിന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ടും റീപേയ്മെന്റ് ഓഫ് ലയബിലിറ്റി ആയിട്ടും നിങ്ങൾ കണക്കാക്കണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. So just calculation of interest and calculation of interest. So year opening balance, interest, installment എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റെന്റൽ എക്സ്പെൻസ് ആണ് കേട്ടോ. പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലൊക്കെ. ഓക്കെ, ഇയർ 1ന്റെ ഓപ്പണിംഗ് ബാലൻസിൽ നമ്മൾ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 18,50,850. 18,50,850. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 15% അല്ലേ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സാധാ ലോൺ തിരിച്ചടക്കുന്ന പോലെ നമ്മൾ ലോണിൻ്റെ അതേ ആൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ലോണിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലീസ് അക്കൗണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ? 18,50,850 ഇൻറ്റു 15%, 2,78,378. ഓക്കെ, സോ ഇൻസ്റ്റാൾമെൻറ്റ് 6,25,000. പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ട്, അപ്പോൾ ഈ 6,25,000 നമ്മൾ റെൻ്റ് അടക്കുമല്ലോ. അപ്പോൾ ഈ 6,25,000 റെൻ്റ് അടക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് പോർഷനായിട്ട് ഇത്രയും എടുക്കണം, 2,78,378. ബാക്കിയുള്ളതാണ് നമ്മൾ പ്രിൻസിപ്പൽ റീപേയ്മെൻ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 6,25,000 മൈനസ് 2,78,378. ഓക്കെ, സോ അപ്പോൾ 3,46,622 വരും. സോ അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്ര വരും, നമ്മളെ ഈ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കുറക്കണം. കാരണം അത്രയായിരുന്നല്ലോ ലോണേ.
18,55,850 ആയിരുന്നല്ലോ ലോണ്. അതിൽ നിന്ന് 3,46,622 കുറക്കണം. അപ്പോൾ നമുക്ക് എത്ര വരും? 15,09,228 വരും കേട്ടോ. സോ ഇത്രയാണ് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് വരിക. അപ്പോൾ ഞാൻ ഇയർ 1 എടുക്കുന്നുള്ളൂ. ഇയർ 2, ഇയർ 3, ഇയർ 4 നിങ്ങളിങ്ങനെ ഓപ്പണിംഗ്, ഇനി ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും. മനസ്സിലായോ? 15,09,228. പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കണം. ഇൻസ്റ്റാൾമെൻറ്റ് 6,25,000 തന്നെ. ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പോർഷൻ കുറക്കും. ഓപ്പണിംഗ് ബാലൻസ് നിന്ന് ഇത് വരും. അവസാനം ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? 0 ആവണം. 0 ആവണമെങ്കിൽ നിങ്ങളിവിടെ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റ് 7,50,000 എഴുതണം 4ാമത്തെ വർഷം. അതായത് ഗ്യാരണ്ടീഡ് റെസിഡ്വൽ വാല്യൂ കൂടി ഇല്ലേ, ആ ഗ്യാരണ്ടീഡ് റെസിഡ്വൽ വാല്യൂ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാം? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് കാണിച്ചു തരാം കേട്ടോ. സോ ഇനി ഇതിൻ്റെ 15% എത്ര വരും? 15 ലക്ഷത്തി സോ 2,26,384. അപ്പോൾ 6,25,000 അല്ലേ നമ്മൾ എടുത്തിരുന്നത്, അതിൽ നിന്ന് 2,26,384 എടുക്കുക. സോ അപ്പോൾ 3,98,616. സോ അപ്പം ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടല്ലോ 15,09,228 മൈനസ് 3,98,616. സോ 1,10,612 കേട്ടോ. സോ ഇനി തേർഡ് ഇയർ 1,10,612 ഇൻറ്റു 15%, 1,66,592. 6,25,000 തന്നെയാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ഇൻസ്റ്റാൾമെൻറ്റ്. സോ അപ്പോൾ അതിൽ നിന്ന് 6,25,000 സോ 4,58,408. സോ 6,52,204. സോ 6,52,204. സോ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് സോ 97,830. സോ 7,50,000 അല്ലേ, മൈനസ് 97,830. 6,52,170. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഈ എമൗണ്ട് ഇവിടെ വെട്ടിയിട്ടില്ലേ, ഇത് കിട്ടുന്ന എമൗണ്ട് വെട്ടിയിട്ട് നമ്മൾ ഈ എമൗണ്ട് തന്നെ അങ്ങോട്ട് എടുത്ത് ചെയ്താൽ 6,52,204. അപ്പോൾ എത്രയാണ്? 6,52,204 മൈനസ് 7,50,000. അതിൽ 97,796 വരും. ചെറിയ ഡിഫറൻസ് അല്ലേ വരുന്നത്, അത് ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നാലേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് 0 ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് വെട്ടിക്കളഞ്ഞാൽ മതി. എന്നിട്ട് 97,796 എഴുതിയാൽ മതി. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മളുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇയർ 1ൻ്റെ മാത്രം ഒന്ന് ജേണൽ എൻട്രി പാസ് ചെയ്യാം കേട്ടോ. സോ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1, ഓക്കെ. സോ ഇയർ 1ൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടായില്ലേ അല്ലേ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ. അതേപോലെ തന്നെ നമ്മൾ എന്തുണ്ട്, ലീസ് ലാബിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ലീസ് ലാബിലിറ്റി കൊടുക്കുമ്പോൾ ലീസ് ലാബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. സോ ലീസ് ലാബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്.
നമ്മൾ പൈസ കൊടുത്തു. എത്ര കൊടുത്തത്? 6,25,000 കൊടുത്തു. എത്ര ലീസ് ലാബിലിറ്റി നമ്മൾ പേ ചെയ്തത്? അതിൽ 3,46,622. 3,46,622 അല്ലേ? 3,46,622. പിന്നെ എത്ര ഇൻട്രസ്റ്റ് കൊടുത്തത്? 2,78,378. 2,78,378. 2,78,378. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രൊവിഷനും കൂടി അറിയണം. അതായത് ഇപ്പോൾ നമ്മൾ അസറ്റ് അല്ലെങ്കിലും നമ്മളെ ബുക്സിലല്ലേ നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അസറ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം കേട്ടോ. പക്ഷെ ഡിപ്രീസിയേഷൻ ഇവിടെ യൂസ്ഫുൾ ലൈഫിലോട്ടല്ല ചാർജ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, ദ റെക്കഗ്നൈസ്ഡ് ലീസ്ഡ് അസറ്റ് ഷുഡ് ബി ഡിപ്രീഷിയേറ്റഡ് ആസ് പെർ AS10 ആണ് കേട്ടോ. സോ ഇത് ഡേസിൻ്റെ അല്ല, ആസ് പെർ AS10 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചെയ്യണം. മനസ്സിലായില്ലേ? സോ ഇഫ് ദ ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫർ ടു ലെസ്സി, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലും, ഇവിടെ ഓണർഷിപ്പ് ഒന്നും നമ്മളെടുത്തില്ല, എന്നാലും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇവിടെ കണ്ടോ, ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫർ ടു ലെസ്സി അറ്റ് ദ എൻഡ് ഓഫ് ലീസ് ടേം, ദ ലീസ്ഡ് അസറ്റ് ഷുഡ് ബി ഡിപ്രീഷിയേറ്റഡ് ഓവർ ദി ലീസ് ടേം. നമ്മൾ ആ ലീസ് ടേമിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് ലീസ് നമുക്ക് ഓണർഷിപ്പ് എന്ത് ചെയ്യാണ്? ലാസ്റ്റ് നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ലൈഫിലോട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? ഡിപ്രീഷിയേറ്റ് ചെയ്തോ കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഓർ യൂസ്ഫുൾ ലൈഫ് വിച്ച് എവർ ഈസ് ലോവർ കേട്ടോ. റെസിഡൽ വാല്യൂ ഓഫ് സച്ച് അസറ്റ് ഈസ് ഗോയിങ് ടു ബി നില്ല് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി റിസീവ്ഡ് ബൈ ലെസ്സി. അത് ലെസ്സിക്ക് ഒരിക്കലും കിട്ടൂലല്ലോ. റെസിഡൽ വാല്യൂ ഒരിക്കലും ലെസ്സിക്ക് കിട്ടുന്നില്ലല്ലോ. റെസിഡൽ വാല്യൂ നമ്മൾ വാടക കരാർ കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് തിരിച്ചു കൊടുക്കും. പിന്നെ അതിന്റെ റെസിഡൽ വാല്യൂ ഒക്കെ കിട്ടുന്നത് ഓണർക്കാണ്, ലെസ്സർക്കാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ റെസിഡൽ വാല്യൂ നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ റെസിഡൽ വാല്യൂ എപ്പോഴും നില്ലാക്കി എടുത്താൽ മതി. റെസിഡൽ വാല്യൂ എപ്പോഴും നില്ലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ. സോ ഇമ്പയർമെന്റ് ലോസ് ഉണ്ടെങ്കിൽ AS28 പ്രകാരം ഇമ്പയർമെന്റ് ഓഫ് അസറ്റ് ഇഫ് എനി ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി കൂടി പാസ് ചെയ്യണം കേട്ടോ. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ROU അസറ്റ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ROU അസറ്റ്. സോ എത്രയാണ് നമ്മളുടെ അസറ്റിന്റെ വാല്യൂ ഉണ്ടായിരുന്നത്? 18,55,850 ഡിവൈഡഡ് ബൈ 4 കേട്ടോ. ലീസ് ടേമിലോട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 4,63,962.5. 4,63,962.5 ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. ഇപ്പോൾ ഡിപ്രീസിയേഷനും ചാർജ് ചെയ്തു. ഇനി ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസും എന്ത് ചെയ്യുക? ഈ ഡിപ്രീസിയേഷനും കൂടിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ടു ഡിപ്രീസിയേഷൻ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര? 2,78,378. അതേപോലെ ഡിപ്രീസിയേഷൻ 4,63,963. സോ 7,42,341 കേട്ടോ. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് വരിക? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പിന്നെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഉണ്ടല്ലോ. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഇവിടെ എത്ര വരും? 4,63,963 വരും അല്ലേ. പിന്നെ ഫിനാൻസ് കോസ്റ്റിലാണ് നമുക്ക് അടുത്ത് വരിക ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അതെത്രയാണ്? 2,78,378 അല്ലേ. സോ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എഫക്റ്റ്. സോ ഇനി ബാലൻസ് ഷീറ്റിൽ എന്താണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ഉണ്ടല്ലോ അല്ലേ. അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഉണ്ടാവും. സോ അതിൽ നമ്മൾ ROU അസറ്റ് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. സോ ROU അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ
എത്ര ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് കേട്ടോ. സോ 18,55,850 മൈനസ് 4,63,963 4,63,963 4,63,963. ഓക്കെ, സോ 13,91,887 ROU അസറ്റ് റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ ലാബിലിറ്റി സൈഡ് ഉണ്ടല്ലോ, ലാബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ലീസ് ലാബിലിറ്റി റെക്കോർഡ് ചെയ്യണം കേട്ടോ. ലീസ് ലാബിലിറ്റി, സോ അത് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ റെക്കോർഡ് ചെയ്താൽ മതി. ലോങ് ടേം ലോൺസ് കേട്ടോ, ലോങ് ടേം ലോൺസിൽ ലോങ് ടേം ബോറോയിങ്സിൽ കേട്ടോ, ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞൊരു ഹെഡില്ലേ, ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞ ഹെഡിൽ റെക്കോർഡ് ചെയ്താൽ മതി. ലീസ് ലാബിലിറ്റി എത്രയാണ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്? 15,09,228 15,09,228 കേട്ടോ. സോ ഇതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, 15,09,228. സിമ്പിൾ. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ ഒരു ലെസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കേട്ടോ. അപ്പോൾ ലെസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ ലീസ് ലാബിലിറ്റി നമ്മൾ ലോൺ എടുത്ത പോലെ റെക്കോർഡ് ചെയ്യാം. ഇയർ എൻഡിൽ നമ്മൾ പിന്നെ റെന്റ് പേ ചെയ്യുന്ന സമയത്ത് അതിനെ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ടും പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ആയിട്ടും നമ്മൾ കണക്കാക്കുന്നു. സോ നമ്മളുടെ ഓണർഷിപ്പിലുള്ള അസറ്റ് അല്ലെങ്കിൽ പോലും അതിന്റെ ലീസ് പീരീഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേറ്റ് ചെയ്യണം, റെസിഡൽ വാല്യൂ എടുക്കരുത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലെസ്സിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തായി, റെഡിയായി. ശരി, നമുക്ക് അടുത്തത് ലെസ്സറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ.